ഹായ് ഹലോ. തുടക്കം സിനിമ കാണാനായിട്ട് പോയി. തുടക്ക സിനിമ ഇപ്പോൾ കണ്ട് വന്നതേ ഉള്ളൂ. ഉം, എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ബട്ട് അതിൻ്റെ ടെക്നിക്കൽ ടീംസൊക്കെ അത്യാവശ്യം നല്ല വർക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് കാണാനും, പിന്നെ ലാലേട്ടൻ്റെ മോള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന വിസ്മയ മോഹൻലാൽ, അപ്പോൾ അതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ട്രെയിലറൊക്കെ കണ്ടപ്പോഴും അങ്ങനെ അഭിനയം അറിയാത്ത ഒരായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ, നന്നായിരിക്കുമെന്ന് തോന്നിയാണ് പോയി കണ്ടത്. അവരുടെ ആക്ടിംഗ് ഒക്കെ എനിക്ക് ഇഷ്ടമായി. അങ്ങനെ വലിയൊരു എക്സ്പ്രഷൻസ് ഒക്കെ ഇടേണ്ട അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒന്നും ഈ സിനിമയ്ക്കകത്തില്ല. എന്നാലും ഉള്ളതൊക്കെ നീറ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിത് കണ്ടിറങ്ങിയപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന ഡയലോഗ് എന്ന് പറഞ്ഞാൽ, നികേഷ് കുമാർ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. മറ്റേ ദൃശ്യത്തിൽ ഒരു 10,000 രൂപ അങ്ങോട്ട് തരും എന്ന് പറയുന്ന പോലെ ഇതേ ഒരു ഡയലോഗ് ഉണ്ട്: വയ്യാത്ത കാലും തല്ലുകൊള്ളി മോളും. അതാണ് എനിക്കിതിനകത്ത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇതിൽ ഫസ്റ്റ് ഒരു ഫൈറ്റ് വരുന്ന ഇതുണ്ട്. ആ ഫൈറ്റിൻ്റെ ഒരു ബിൽഡപ്പ് നന്നായിരുന്നു. ഓക്കെ, ഒരു പ്രഡിക്റ്റബിൾ ആയിരുന്നു ആ സാധനം. എന്നാലും അത് ആ ഒരു ബിൽഡ് ചെയ്ത് വന്നിട്ട് ഒരൊറ്റ ചവിട്ട് മാത്രമേ ഓർമ്മയുള്ളൂ. അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളതിൽ കണ്ട് തന്നെ അറിയണം. അതിനുശേഷം പിന്നെ അടിച്ച് പപ്പടാക്കുകയാണ് ചെയ്യുന്നത് അവരെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റും ഇതുപോലെ ആ ബിൽഡപ്പ് ചെയ്തിട്ട് അതിനൊരു എന്താ പറയുക, ആ ഒരു കിക്ക് നമുക്ക് കിട്ടാനായിട്ട് അനുവദിക്കുന്നില്ല ഡയറക്ടർ. അതിൽ അത്രയും ഒന്നും അതിനകത്ത് ഇൻപുട്ട് ഇടുന്നില്ല. എന്തൊക്കെ പിന്നും കിടന്ന് അവർ അടി കൊണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മാസ് ഡയലോഗ് പറഞ്ഞാൽ അതിന് വിപരീതമായിട്ട് അടുത്തൊരു സിറ്റുവേഷൻ അവർ കിടന്ന് അടി കൊള്ളുവാണ്. അപ്പോൾ അതുമാത്രമല്ല, ഈ നാട്ടുകാരുടെ ചില ബിഹേവിങ്സ് ഒക്കെ എനിക്ക് തോന്നിയെന്ന് പറയുമ്പോഴത്തേക്കും, ഡയറക്ടർ ഇങ്ങനെ പറയുന്നു, ഓക്കെ ഇപ്പം നിങ്ങൾ അവരെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ദേഷ്യപ്പെട്ട് ഇരിക്കണം, മുഖമൊക്കെ ആരും ഒരു തിരിഞ്ഞ് നോക്കരുത്, ഇപ്പം ദേഷ്യമായിരിക്കണം മുഖത്ത്. ഓക്കെ, അപ്പോൾ ഫുൾ എല്ലാ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ദേഷ്യം. അതുപോലെ ആദ്യം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു പാട്ടുണ്ട്. പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ, ഓക്കെ നിങ്ങളിപ്പോൾ എല്ലാവരുടെ മുഖത്തും ചിരിയായിരിക്കണം. എല്ലാവർക്കും ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ചിരിയായിരിക്കണം. അപ്പോൾ എല്ലാവരുടെ മുഖത്തും ആ നാട്ടിലുള്ള എല്ലാവരും ചിരിക്കണം. ആ പാട്ട് മുഴുവൻ നിങ്ങൾ കണ്ടാൽ, ആ ഒരു സിനിമ ആ സോങ് മുഴുവൻ ആൾക്കാർ ചിരിച്ചുകൊണ്ട് കിടക്കണം. എന്താ പറയുക, ആ നാട്ടിലുള്ള ഒരു കണ്ണിലുണ്ണിയാണ് ആ കുട്ടി. അതുപോലെ ഇങ്ങനെ ചിരിച്ച് നടക്കുവാണ് എല്ലാവരും. അതേ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, ഇത് അത്ര വലുതാ അങ്ങനെയൊന്നും തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഒരു ദൃശ്യത്തിൻ്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇതൊരു ദൃശ്യത്തിൻ്റെ അതിലേക്കൊരു അങ്ങനെ പോകുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇവർ വിചാരിക്കും, അങ്ങനെ വിചാരിച്ച് നാട്ടുകാരങ്ങനെ വരുന്നു. അത് പെട്ടെന്ന് തന്നെ അവരുടെ എല്ലാവരുടെ സ്വഭാവം ഇങ്ങനെ മാറുന്നു. അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇവരെ ഇങ്ങനെ സപ്പോർട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണെന്നുള്ള തിരക്കെങ്കിലും ഒക്കെ ചെയ്യണ്ടേ. എന്ന് വെച്ചാൽ അത്രയും നാൾ ഇവരോട് ഭയങ്കര സ്നേഹമുള്ളവരാണ്. അവരിങ്ങനെ ഫസ്റ്റ് ദിവസം തന്നെ അവരെ കാണുമ്പോഴത്തേക്കും ഒരു മൈൻഡിൽ നടക്കുന്നു, മുഖത്തൊക്കെ നടക്കുന്നു, അങ്ങനെ ഒരു ഇത് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആവുകയാണ്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതെനിക്ക് ഭയങ്കര ഒരു നാടകീയമായിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഇവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യിക്കുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. അതിൽ കുറേ സിറ്റുവേഷൻസ് അങ്ങനെ സിനിമയിൽ അങ്ങനെ ഉണ്ട്, അങ്ങനെ നമുക്ക് തോന്നുന്ന ഓരോ കാര്യങ്ങളുണ്ട്. പിന്നെ വില്ലൻ പൊളിയായിരുന്നു. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് ഈ ആന്റണി പെരുമ്പാവൂർ പുള്ളിയുടെ മോനാണെന്ന്. പക്ഷേ വില്ലൻ വേറെ ലെവൽ വില്ലനാണ്. അത് പുള്ളിയുടെ ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, അതിൽ തന്നെ നമുക്ക് ആ ഒരു ഇൻറ്റൻസ് നമുക്ക് മനസ്സിലാവും. പുള്ളിയെ കൊണ്ട് എന്തും പറ്റില്ല, എന്തും ചെയ്യുമെന്നുള്ളൊരു ഇത് വൈബ് നമുക്ക് കിട്ടും. വില്ലനാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് അപ്പം തന്നെ കയറും. അത്രയും ഇതുണ്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും ആ ലുക്കും ഒക്കെ സൂപ്പറായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വലിയൊരു നമ്മൾ ഈ യൂഷ്വലി കാണുന്ന ഫൈറ്റ് പടത്തിലുള്ള അങ്ങനെയുള്ളൊരു വില്ലന്മാരല്ലാതെ കുറച്ചുകൂടെ ലോക്കൽ ആയിട്ടുള്ള വില്ലന്മാരുണ്ടല്ലോ, അവരാണെങ്കിൽ അവരുടെ മൈൻഡ് ഇങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അത്രയും ഇതായിട്ടുള്ളൊരു വില്ലൻ. അത് സൂപ്പറായിരുന്നു. പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഈ ഫൈറ്റൊക്കെ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാളുമായിട്ടൊരു ഇൻസിഡൻ്റ് ഉണ്ട്. ഈ മുടിയൊക്കെ ഇങ്ങനെ കുറുങ്ങ് മുടിയൊക്കെ ഉള്ളൊരു പുള്ളിയുണ്ട്. ആ പുള്ളിയുടെ ഇതിലുള്ള ഒരു സീനുണ്ട് തിയേറ്ററിൽ. ഫസ്റ്റ് ഒരു സീനുണ്ട്, അതിൽ പുള്ളി ഇങ്ങനെ ഒരു ലേഡിയുമായിട്ടുള്ള ഒരു ഇതുണ്ട്. അത് കണ്ടാൽ തന്നെ അറിയാം പുള്ളി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു മണപ്പിച്ചടക്കം. എനിക്ക് അങ്ങനെ തോന്നിയത്, ഇതെങ്ങനെ ചെയ്തു കേട്ടോ, ഇങ്ങനെ ചെയ്യണം, ഇവരൊക്കെ നിങ്ങളെ കണ്ടിട്ട് ഇവരിങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് എപ്പോഴും ആ പുള്ളി അതേ ഒരു ഇതിൽ ഇങ്ങനെ നടക്കുന്നത്. എനിക്ക് അതെന്തോ പോലെ തോന്നി ആ പുള്ളിയുടെ ഇത്. പക്ഷെ ഫണ്ണായിരുന്നു, ആ പുള്ളി കിടുവായിരുന്നു. അടിയൊക്കെ കിട്ടുന്നൊരു പോളി സീനുണ്ട് അതിൻ്റെ അകത്ത്, അത് കിടിലായിരുന്നു. അതുപോലെ ഈ വിസ്മയ മോഹൻലാൽ
പുള്ളിക്കാരി കൊണ്ട് ഈ പടം കിടിലാക്കിയൊക്കെ ചെയ്യിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ സ്ഥലങ്ങളിലൊക്കെ നല്ലൊരു ഹൈ മൊമെൻ്റൊക്കെ ആക്കി എടുക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നും ശ്രമിച്ചിട്ടില്ല. ചുമ്മാ ഇങ്ങനെ കിടന്ന് അടികൊണ്ട് ഇതാവുക, അതിനുശേഷം പിന്നെ ഒരു ഇതായിട്ട് അടിക്കുക, അതും വലിയൊരു ഇതൊന്നുമില്ല. പക്ഷേ ലാസ്റ്റത്തെ കുറച്ച് ഫൈറ്റിൻ്റെ കുറച്ച് ഇതൊക്കെ എടുത്തിരിക്കുന്നതൊക്കെ പൊളിയായിരുന്നു. നല്ല ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമുക്കൊരു ഇതാക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ടാണ് പോയത്. അത്രയല്ല അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല അതിനകത്ത്. പിന്നെ ലാലേട്ടൻ ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ തന്നെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ ഈ റെസ്റ്റോറൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു ജീവിതം മുഴുവൻ. എനിക്ക് തോന്നുന്നു ഈ പ്രണവ് മോഹൻലാലിൻ്റെ ഫസ്റ്റ് ആദ്യ സിനിമയ്ക്കകത്തും റെസ്റ്റോറൻറ്റിനകത്ത് എവിടെ വെച്ചാണ് പുള്ളി കാണുന്നത്. ഈ സിനിമയ്ക്കകത്തും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിനകത്ത് തന്നെ ഉണ്ട്. ആൻ്റണി പെരുമ്പാവൂരൊക്കെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി വേറെ എല്ലാവരും ആ ഫാമിലി എന്തോ അവിടെ വന്നതാണെന്ന് തോന്നുന്നു. അവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ വെച്ചാൽ ഇനി ഓരോരുത്തരായിട്ട് ഇനി പ്രണവും സുചിത്ര മോഹൻലാലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇറങ്ങി വരുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ഫാമിലി എന്തോ ഒരു ഫങ്ഷൻ വന്ന പോലുള്ള ഒരു സീൻ ഉണ്ട് അതിനകത്ത്. അതിലിങ്ങനെ പറയുന്നുണ്ട്, മേക്ക് യുവർ ഡാഡി പ്രൗഡ് നെക്സ്റ്റ് ടൈം. പക്ഷെ ഇത് അങ്ങനെ ഒരു വലിയ ബോർ പടമൊന്നുമല്ല. പക്ഷെ എന്നാലും ഇതിലങ്ങനെ ഇവരെ കൊണ്ടുവന്ന് ചെയ്യിക്കേണ്ട അല്ലെങ്കിൽ അതിനകത്തൊന്നും ഇല്ല ഇതിനകത്ത്. അത് ഈ ബ്ലാസ്റ്റൊക്കെ പോലെ നല്ല സൂപ്പർ പടമാക്കുമായിരുന്നു. അതിനനുസരിച്ചുള്ള നല്ല ബിൽഡപ്പ് സീൻസൊക്കെ കയറ്റി നല്ല കിടിലാക്കി തന്നെ എടുക്കാമായിരുന്നു. പക്ഷെ ഇതിൽ അങ്ങനെ അത്രയും കിടിലൊരു വില്ലനുണ്ട്. ആ വില്ലനെ വെച്ച് നല്ലതായിട്ട് പണിയായിരുന്നു. പക്ഷെ അത് അത്രയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് കുറേ ആയപ്പോഴത്തേക്ക് ഇത് തീരുന്നില്ല. അടിക്കണമെങ്കിൽ അടിച്ചിട്ട് തീർക്കുക ഇത് ചുമ്മാ, അല്ലെങ്കിൽ 2 അടി കൊടുക്കണമെങ്കിൽ അടി കൊടുത്ത് തീർക്കുക. പക്ഷെ വില്ലൻ അത്രയും പവറാണ്. നായിക നമ്മൾ വില്ലന്മാരെ അത്രയും പവറാക്കുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ഓക്കെയാണ്. നമുക്കൊരു തോന്നും, ഇയാളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ തോന്നും. ആ ഒരു ഇതിലുണ്ടെങ്കിലും എപ്പോഴെങ്കിലും അവരോടൊരു സീനൊക്കെ മേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫീല് കളയുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ കുറേ പേരുടെ അഭിനയങ്ങളും കുറച്ച് നാടകീയമായിട്ടാണ് എനിക്ക് ഇതിൽ തോന്നിയത്. കുറേ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഫാമിലി മോഹൻലാലിനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുക, നമുക്കറിയാമല്ലോ അതിങ്ങനെ വേണ്ടിയിട്ട് കൊണ്ടുവച്ച് കാണിക്കുക. അതൊക്കെ ഔട്ട് ഓഫ് സിനിമ, നമ്മൾ സിനിമയ്ക്കുന്ന ആ ഒരു രംഗത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിന്ന് പുറത്തേക്ക് പോവുകയാണ്. പക്ഷേ മോഹൻലാലിൻ്റെ ഫൈറ്റ് ഉണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട്. അതൊക്കെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇതൊക്കെയായിരുന്നു. പക്ഷേ വരണമല്ലോ, വന്നതിന് കൊണ്ടുവന്നപ്പോൾ 2-3 കുറച്ച് അടിയെ കൊടുക്കാന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളൊരിത്. പക്ഷേ എന്നാലും ആ ഒരു സീന് ഉള്ള ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതൊക്കെ പൊളിയായിരുന്നു. ആ ഫൈറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ രീതി. പക്ഷേ അത് പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ ഭയങ്കര ബോറ് പരിപാടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം നമുക്ക് തന്നെ ഒരു ക്രിഞ്ച് അടിക്കുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ സൂപ്പറായിരുന്നു. ഓൾമോസ്റ്റ് ഫൈറ്റൊക്കെ കിടിലായിരുന്നു. പക്ഷേ ബാക്കി ഒന്നും എനിക്ക് ശരിയായില്ല. സിനിമ ഒരു ആവറേജിന് താഴെയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കി നിങ്ങൾ കണ്ടു നോക്കൂ.